നമസ്കാരം എല്ലാവർക്കും. നമ്മളുള്ളത് ഇപ്പോൾ ഭോപ്പാലാണ്. നമ്മൾ വന്നല്ല, ഭോപ്പാൽ എന്ന് പറഞ്ഞാൽ നോ എൻട്രി ആണ്. അപ്പോൾ നോ എൻട്രി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട്, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ നിങ്ങൾ ആ പമ്പിൽ നിർത്തി അവരോട് നിന്ന് മാറ്റിച്ച് നമ്മളെ വണ്ടി പമ്പിൽ നിന്ന് മാറ്റിച്ച് വണ്ടി. എന്താ വെച്ചാൽ ആ പമ്പിൽ ആ പാർക്കിങ്ങിൽ അവിടെ ഈ ചേസ് വരുന്ന ഇടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു നിർത്തി. അതാണ് നമ്മുടെ കുട്ടി. അപ്പോൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് രാത്രി 11 മണി കഴിഞ്ഞെടുത്ത് പോകണം. അപ്പോൾ അവിടെ ഉള്ള ഹോട്ടലുണ്ട്. അപ്പോൾ ഇവിടെ സമയം ഇപ്പോൾ ഉണ്ടോ 9:10. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കണം പോയിട്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് പോകാമെന്നുള്ള പരിപാടിയാണ്. വണ്ടി എടുത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ട് 10 മണിയാകുമ്പോൾ എടുത്ത് പോകാമെന്നുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ നോക്കട്ടെ, ഇന്ന് രാത്രിയിൽ അവർ ഇറക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇറക്കി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പോൾ നല്ല ബെസ്റ്റ് തണുപ്പാട്ടോ, ഗംഭീര തണുപ്പ്. അപ്പോൾ നമുക്ക് പോകാൻ ചേട്ടാ, നമ്മളെല്ലാം ഓർഡർ ആക്കാൻ പോകാനുള്ള പരിപാടി കേട്ടോ. ഇപ്പോൾ 11 മണിയായി. ഇപ്പോൾ 11 മണിയായി, 10:59. ഇവിടുന്ന് വലത്തോട്ടാണ് കേട്ടോ. നമ്മളാ മുകളിൽ വരുന്ന പാലം കണ്ട, ആ പാലത്തിന് നമ്മളിവിടെ നമ്മൾ വന്നത് നോ എൻട്രി കാരണം വണ്ടി വിട്ടില്ല. ഇപ്പോൾ വണ്ടി നോ എൻട്രി മാറിയപ്പോൾ വണ്ടികളെല്ലാം പോയി തുടങ്ങി. നേരെ പോയിട്ട് വലത്തോട്ട്. ഈ പാലത്തിന് മുകളിൽ കൂടെ നമ്മൾ വന്നത്. നമ്മൾ അവിടെ നിന്ന് യൂട്ടേൺ അടിച്ച് നോ എൻട്രി യൂട്ടേൺ അടിച്ച് തിരിച്ചവിടെ കൊണ്ടിട്ടത് വണ്ടി. ഇതാണ് ഭോപ്പാൽ. 11 മണിയായപ്പോൾ നോ എൻട്രി പറയുമ്പോഴത്തേക്കും ലോറികളെല്ലാം കയറാൻ തുടങ്ങി ടൗണിലേക്ക്. എന്താവോ അവന് മുന്നോട്ട് പോകും തോറും ഇരിക്കുന്ന ഗൈഡ് ചില ആൾക്കാരൊക്കെ അത്യാവശ്യമൊക്കെ ഈ ഗൂഗിളും നോക്കിയൊന്നും ലോറിയൊന്നും പോകാൻ പറ്റില്ല. വല്ല പാലത്തിൻ്റെ അടിയിലൊക്കെ പോയി കയറി കഴിഞ്ഞാണ്ടല്ല. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മളെ തിരിച്ചോട്ടെ പോലീസ് വരും. ഇവിടെ നോ എൻട്രിയാണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് നോ എൻട്രിയാണ്. ഭോപ്പാൽ ടൗണിൻ്റെ ഭാഗങ്ങളായി. രാത്രി അവർ ഇറക്കി തരാന്നൊക്കെ പറയുന്നുണ്ട്. എന്താവും എനിക്കറിയില്ല. ഞാൻ കോട്ടുക്കത്തെ തണുപ്പാ, ഗ്ലാസ് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. അതേമാതിരി തണുപ്പാ. ഈ തണുപ്പത്ത് ആരെ കിട്ടണവരൊക്കെ നമ്മൾ ഇന്നലെ നാഗ്പൂർ ഇറക്കിയ പോലെ കുറച്ച് സാധനമല്ല, ഒരു നാട്ട സാധനം ഉണ്ട്. ഞങ്ങൾക്ക് 2 പേർക്ക് ഇറക്കാനും പറ്റില്ല. പകുതി സാധനം ഇവിടെ ഇറങ്ങണം. നമുക്ക് 2 പേർക്ക് 2-3 പേർക്ക് ഇറക്കാനും പറ്റില്ല. വെയിറ്റുള്ള സാധനങ്ങളല്ല ചേട്ടാ, നല്ല വെയിറ്റുള്ള സാധനങ്ങൾ. അത് 2 പേർക്ക് കൂടി ഇറക്കാനും പറ്റില്ല. അപ്പോൾ അവരൊരു 2-3 പേരുണ്ട് ഞങ്ങളുടെ കൂടെ. നമുക്ക് ഇന്ന് ഇറക്കി കിട്ടായിരുന്നെങ്കിൽ നമുക്ക് ലാഭമായിരുന്നു. കാരണം നേരം വെളുക്കുമ്പോൾ നമുക്ക് ഇൻഡോർ എത്തായിരുന്നു. വെൽക്കം ടു ഭോപ്പാൽ. ഇതിന് ഭോപ്പാൽ അല്ല, അതിനിടയ്ക്ക് വരണം BRT മുനിസിപ്പൽ ഭോപ്പാൽ. അതിന് ബ്രിത്ത് അങ്ങനെ വേറെ വരും. ഭോപ്പാൽ നമ്മൾ ഭോപ്പാൽ ടൗണിൻ്റെ അകത്തേക്ക് കിടന്നു കേട്ടോ. ഭോപ്പാൽ ടൗണിൻ്റെ അകത്തേക്കാണ് നമ്മളിപ്പോൾ കടന്നേക്കണേ. ഭോപ്പാൽ ടൗണിൻ്റെ അകത്തേക്ക് നമ്മൾ കിടന്നു. ഭോപ്പാൽ ടൗണിൽ നിന്ന് നാഗ്പൂർ പോലെ വെട്ടം വിളിച്ചൊന്നുമില്ലാന്ന് തോന്നുന്നു അല്ലേ? അത് സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഭോപ്പാൽ ടൗണിൻ്റെ തിരക്കുകൾ തുടങ്ങി. ഇവിടെ ഒരു മലയാളി ചേട്ടൻ്റെ ഓഫീസുണ്ട്, മലയാളിയുടെ. നമ്മുടെ ചെറുവണ്ടികളുടെ ഓഫീസുണ്ട്. ഞാൻ ഇവിടെ നമ്മുടെ ജോളി വണ്ടിയും കൊണ്ടുവന്നിട്ട് ഇവിടെ ഓർഡർ ആക്കിയിട്ടുണ്ട് ഭോപ്പാൽ. ഇവിടെ കുറെ മലയാളികളുണ്ട്. എനിക്ക് 2-3 പേരെ എനിക്കറിയാം. അത്ര നാഗ്പൂർ പോലെ അത്ര വലിയ വട്ടമൊന്നും ഇല്ലട്ടോ. ആകെ ഇരുട്ടമാതിരി അവസ്ഥയാണ്. അത്ര വലിയ സെറ്റപ്പുള്ള സ്ഥലമൊന്നുമല്ല ഭോപ്പാലെന്നുകൊണ്ട്. നാഗ്പൂർ നല്ല എന്തായിരുന്നു, നല്ല ടൗണിൽ നല്ല വെട്ടവും വിളിച്ചൊക്കെ ആയിട്ട്. ടിപ്പർ തിരിയണം കേട്ടോ. ചേസ് അല്ല അല്ലേ? ചേസ് അല്ല, പുതിയ വണ്ടിയാണ്. ചേസ് അല്ല. പോവാ. ഭോപ്പാൽ അത്ര വലിയ എയിം ടൗണൊന്നും അല്ല കേട്ടോ. ഇവിടെ ഹോസ്പിറ്റലുകൾ പെട്ടാ ഇവിടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഗ്ലാസ് അതാൻ പറ്റില്ല, ജാതി തണവാ. സൈഡിലെ കടകളൊക്കെ. ഇവിടുത്തെ ഒരു വണ്ട ഹോസ്പിറ്റലാണ്, സാഗർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, SMH. അതിൽ പെട്ട ഹോസ്പിറ്റലാണല്ലോ. എമർജൻസി 24/7.
നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ട്രാക്കിൻ്റെ നടുക്കൂടെ ഒരു കാർ പോകണം, ഒരു ട്രാക്ക് വരണുണ്ട്. അത് ബസ്സുകൾക്ക് പോകാനുള്ള, ബസ്സിന് മാത്രം പോകാനുള്ള ട്രാക്കാണ്. ഇപ്പം ഈ നേരമായ കാരണം 11 മണിയില്ല. അപ്പോൾ ബസ്സുകളില്ലാത്തവരൊന്നും ഇപ്പോൾ അതിലെ വണ്ടികൾ കയറി വരണേ, കാറൊക്കെ വരണേ. അതിലെ ബസ് മാത്രം പോകാനുള്ള ട്രാക്കാണ്. ഈ സംഭവം തുടങ്ങിയത് ഗുജറാത്തിലാണ് ആദ്യം തുടങ്ങി. ഇപ്പോൾ ബൈക്ക് പോകണുണ്ടോ, അത് ബസ്സിന് മാത്രം പോകാനുള്ള ട്രാക്കാണ്. ഇത് ആദ്യം ഗുജറാത്തിലാണ് ഞാനിത് കണ്ടത്. പിന്നെ ഇപ്പോൾ രാജ്യത്തെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ ഇതിങ്ങനെ ആയി. നല്ല കാര്യമായിട്ടോ ഈ ടൗണിൽ ഇങ്ങനെയൊക്കെ വെക്കുമ്പോൾ നല്ലൊരു കാര്യം. ടൗണിൻ്റെ ഭാഗങ്ങളായിട്ടാ നിങ്ങൾ ആ ബൈപ്പറിൻ്റെ ബ്ലേഡ് മാറണം കേട്ടോ. ബ്ലേഡ് ക്ലിയർ ഇല്ലാത്ത പറഞ്ഞാൽ ഈ ഇങ്ങനെ നിൽക്കണേ. നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോവാ. പകല് വന്നെങ്കിൽ ചെറിച്ച് വയ്യാണ്ടായിരുന്നു. പകല് വരുമില്ല, അത് വേറെ വിഷയം. എന്നിട്ട് വായു ബാബുലാൽ ഗൗർ സേതു, ബാബുലാൽ നേരെ തന്നെ, ഇതൊക്കെ നേരെ തന്നെ. നേരെ തന്നെ MP പോലീസ്. ശരിക്കും ജാർഖണ്ഡിലൊക്കെ പോണവരുണ്ടോ? ജാർഖണ്ഡിൽ ബൊക്കാറൊക്കെ ടൗണിൽ കൂടെ പോണ പോലത്തെ ഒരു അവസ്ഥ, ഫോറസ്റ്റ് പോലെ. ആ വൈപ്പറിന്റെ ബ്ലേഡ് മാറണേ. പതുക്കെ ഈ ലെഫ്റ്റ് ഒന്നുണ്ട്. ആ ഈ ലെഫ്റ്റ് തന്നെ, പതുക്കെ പോട്ടെ. ലെഫ്റ്റ് പോരാ, ലെഫ്റ്റ്. ആൾക്കാരൊക്കെ വീട്ടിൽ പോയി. തണുപ്പ് കാരണം സിറ്റി. പതുക്കെ പോട്ടെ. ഇവിടുന്ന് റൈറ്റ് പോകാനുണ്ട്. ഇതാന്നുണ്ട് റൈറ്റ്. പതുക്കെ പോട്ടെ. തണുക്കണ ലക്ഷ്യന്മാര് ശ്രീലങ്ക. ഞാൻ റൈറ്റ് പിടിച്ച് പോകാൻ പറഞ്ഞു. അത് മരത്തിന്റെ കൊമ്പൊക്കെ ഉണ്ടോ, പായൊക്കെ പൊളിയും, വേറൊന്നുണ്ടാവില്ല. ലെഫ്റ്റ് ഇട്ടാ, ലെഫ്റ്റ്. കാറുകാരൻ നിർത്തിക്കണോ നോക്കിയവൻ. ആ വള്ളവില കൊണ്ട് നിർത്തിയാണ്. ഇവിടുന്ന് വലത്തോട്ടോ, കുറച്ചുകൂടെ പോയിട്ട് വലത്തോട്ട് പോകണം. ഈ സ്ഥലത്തൊക്കെ എന്തൊരു കാര്യത്തിന് ഈ കമ്പൗണ്ട് വെച്ചേക്കണം. പകലെന്നിട്ട് ഒരു വര എന്തെങ്കിലും വരച്ചിടുക, എന്തെങ്കിലും ചെയ്യണം, വരച്ചു കൊടുക്കുക. നേരെ പോയി അപ്പുറത്തോട്ട് ഇറങ്ങി വരുമായിരിക്കും. റൈറ്റ് സ്ഥലമായി സംഭവം. ഇവിടെ കാണാണ്, ഈ ഭാഗത്ത് എവിടെ കാണുന്നത്. എന്നിട്ട് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണത്. റൈറ്റ് വലത്തോട്ട് സംഭവം. ഈ സ്ഥലമായി ഇവിടെ ഈ ഭാഗത്ത് എവിടെ കൊണ്ടാണ് ഒരു മനുഷ്യൻ. എനിക്ക് തോന്നുന്നല്ല രാത്രി ഇറക്കുന്നു. ബൈക്ക് കോട്ടയുടെ ചേട്ടൻ പോണേ, അവനവിടെ ചവിട്ടി നിർത്തി തരുന്നുണ്ട്. ബൈക്കല്ല, അവര് ചവിട്ടി നിർത്തി തരുന്നല്ലേ പോവാൻ പറഞ്ഞിട്ട്. പിന്നെ നമ്മളൊന്ന് പോകാണ്ടിരിക്കണതിനാ. സ്ഥലത്തെത്തിയിട്ട് JK ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജ്. ഇതാണ് സംഭവം. അങ്ങനെ ചേട്ടാ വണ്ടി ഒതുക്കിട്. ആരെ വിളിക്കാനാ പറഞ്ഞ സെക്യൂരിറ്റിയോട് ചോദിക്കണ്ട. ഇതാണ് നമുക്ക് വരേണ്ട സ്ഥലം. ആണ്ടോ JK ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ കോളേജ്. ഇവിടെയാണ് ലോഡ് ഇറക്കണത്. ഇത് ലോഡിൻ്റെ പാർട്ടി വന്ന് നിൽക്കണത്. നല്ല ഗംഭീര തണുപ്പോട്ടോ. ഇത് ഭോപ്പാല ടൗണിൻ്റെ അകത്താണ്. ഇന്ന് രാത്രി ഇറക്കുമെന്നാണ്. ആൾക്കാരെ ഇറക്കാൻ കിട്ടില്ലെന്ന് ആരുടെയൊക്കെ വിളിക്കേണ്ടി വരും. എന്താവോ ഇറക്കി കിട്ടിയിട്ട് നമ്മൾ രക്ഷപ്പെട്ടാനെ. നമ്മളോട് വണ്ടി അകത്തേക്ക് കയറ്റാൻ പറഞ്ഞിട്ടുണ്ട്. എന്താവോ ഇറക്കി കിട്ടിയാൽ മതിയായിരുന്നു. കണ്ടോ എന്നിട്ട് ഈ ഇത് ആയുർവേദ ഹോസ്പിറ്റലാണോ? വണ്ടി മാറ്റി, വണ്ടിയല്ല അത് മാറ്റി, ഉരുട്ട് മാറ്റി.
സ്കൂൾ ഓഫ് ഫോട്ടോ. ഇത് മറ്റേ നമ്മൾ കഴിഞ്ഞിട്ട് പറക്കില്ല കേട്ടോ, അങ്ങനത്തെ സംഭവം ഇത്. അല്ലല്ല, ഈ ട്രാക്കിലേക്ക് ഓടിക്കേ. ഇങ്ങോട്ട് ലെഫ്റ്റ് ഫുള്ള്. നമ്മൾ അകത്തേക്ക് കയറണം. വണ്ടി ഇടാൻ സൗകര്യം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. നടക്കണ ലക്ഷണമൊന്നും എനിക്ക് തോന്നണല്ലോ കണ്ടിട്ട്. ഇറക്കിയില്ലെങ്കിൽ നാളെ നമ്മളിവിടെ ഇറക്കി ഇവിടെ കിടക്കേണ്ടി വരും. ഇവിടെ കിടക്കാനുള്ള സ്ഥലം കിട്ടിയാൽ മതിയായിരുന്നു. നേരെ അതേ പോകണ്ടില്ലേ ഇവിടേക്ക്. ഇത് വെറും ഇതാ അതേ പോകണൊരുത്തന്നെ, അവൻ തന്നെ ഉള്ളൂ. വണ്ടിയാണ് കയറ്റി ഒതുക്കാൻ പറയുന്നത്. ഇറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പോടാ കയറ്റി ഒതുക്കണം. നമ്മളെ വണ്ടി ഇറക്കാൻ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ തന്നെ ഇറക്കലൊന്നും ഇറക്കി എങ്ങനെയാലും കുഴപ്പമില്ല, ഇറക്കി കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പെട്ടു. പായച്ചോ നമ്മളങ്ങനെ ലോഡർ കേട്ടാ ഇങ്ങോട്ട് നോക്ക്. ഞാനും മനോജേട്ടനും ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറക്കി കൊടുക്കും. അതേ നിൽക്കണ എൻ്റെ സാറന്മാർ. അവരെ കൂടെ കൂട്ടിയിട്ട് ഇറക്കാനുള്ള പരിപാടി. നമുക്ക് എങ്ങനെയല്ല ഇറക്കണം. ഞങ്ങൾക്ക് നാളെ കാലത്ത് ഇൻഡോർ പിടിക്കണം, അല്ലെങ്കിൽ പണി പോളും. ലോഡർ ഇറക്കട്ടെ. ഇതാക്കി മനോട്ടോ ലോഡർ ഇറക്കട്ടെ. അങ്ങനെ നമ്മൾ ഭോപ്പാലത്തെ ലോഡ് ഇറക്കി കിട്ടി. ദൈവത്തിന് വന്നി ഇറക്കി കിട്ടി. ഏതാണ്ട് സാധനം കൊണ്ട് അകത്ത് വെച്ചാണ്. ഇത് 4 പീസ് ഇറക്കേണ്ടതാ. 4 പീസ് ഇറക്കി. നമ്മളങ്ങനെ ഇവിടുത്തെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു. നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ഇതായിരിക്കണം. ഞാൻ ഇവിടുത്തെ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞു. ഇനി നമ്മ വണ്ടി എടുത്ത് പോവാണ് അടുത്ത ഇൻഡോർക്ക്. ദൈവത്തിന് നന്ദി. ഇവിടെ കൊണ്ടുവന്ന ലോഡ് ഇറക്കി കഴിഞ്ഞാൽ പറഞ്ഞേ രക്ഷപ്പെട്ടു. ഇതല്ല സ്കൂൾ ഓഫ് ഫാർമസി LLCT യൂണിവേഴ്സിറ്റി ഭോപ്പാൽ. ഇവിടെയാണ് നമ്മുടെ വണ്ടി കൊണ്ടുവന്ന് ലോഡ് ഇറക്കാൻ നിർത്തിയത്. പരിപാടി കഴിഞ്ഞു. ഇനി പോട്ടെ. നമ്മളപ്പോൾ ലോഡ് കയറ്റി പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം ലോഡ് ഇറക്കി. ഇനി ഇവിടുന്ന് പോട്ടെ ഇൻഡോർ. ഇപ്പോൾ സമയം 12:56. അങ്ങനെ പോട്ടെ കേട്ടോ. അവിടെ മോട്ടർ അടിച്ചിട്ട് ഓഫ് ചെയ്തിട്ടില്ല വരിക. അതാണ് ഈ വെള്ളം ഇങ്ങനെ പോണേ. മഴ പെയ്തൊന്നും അല്ല കേട്ടോ. ദൈവത്തിന് നന്ദി. അങ്ങനെ കുഴപ്പമില്ലാണ്ട് ലോഡർ കിട്ടി. ഇനി നേരെ പോട്ടെ. നമ്മൾ ഗേറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങിട്ടാ. ചോദിക്കാം നമുക്ക്. ഗേറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ വന്ന വഴിക്ക് തന്നെയാണ് അങ്ങനെ പോണേ. ധന്യവാദ് കഴിഞ്ഞില്ലേ. ധന്യവാദ്. ഇതാണ് ഭോപ്പാൽ സിറ്റിയാണ്. ഭോപ്പാൽ ടൗണാണ്. അത് സാദർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എന്തോ കമ്പനിയുടെ പേരാ. എന്തോ ആരോ ആ ബോർഡ് വെച്ചേക്കുന്ന പേരാണ്. ഇവിടെ ഉണ്ടോ കോലാർ റോഡ്? നമ്മൾ ഈ വഴിക്ക് തന്നെ അങ്ങോട്ട് പോയത്. ഇവിടെ ഈ നേരത്തെ ഇൻഡിക്കേറ്ററാ അല്ല സിഗ്നലാ. ലെഫ്റ്റാ പോണ്ട. ഇത് ഭോപ്പാലാണ്. ഭോപ്പാൽ ടൗൺ. പക്ഷേ ഇന്നലെ നമ്മൾ നാഗ്പൂര് വെച്ച് കണ്ടിട്ട് നാഗ്പൂരിൻ്റെ ഒന്നും അല്ലട്ടത് അല്ലേ. ഭോപ്പാൽ അത്ര വലിയ നേരെ ഇതുണ്ടോ ഒരു ഒരു എയിമുള്ള സ്ഥലമല്ലത്. വഴിപ്പണിയാണ്. ഇവിടുന്ന് വലത്തോട്ട് ഒരു മനുഷ്യല്ലാത്ത സ്ഥലല്ലേ.
ഒന്നാമത്തെ കാര്യം തണുപ്പായത് കാരണം. ആ നേരം വെളുത്ത പൂരത്തിനാളുണ്ടാവും. പക്ഷെ ഇപ്പൊ രാത്രി ആയില്ല കേട്ടോ. രാത്രി ആയത് കാരണം ഒന്നാമത്തെ കാര്യം നല്ല തണുപ്പും. ഇതൊക്കെ ഭോപ്പാൽ സിറ്റിയുടെ ഭാഗങ്ങളുണ്ട്. നമ്മൾ ഈ വഴിക്ക് തന്നെ അങ്ങോട്ട് പോയത്. നമ്മുടെ ജാർഖണ്ഡ് പോലെയാണ്, ബൊക്കാറോ സിറ്റിയിലൊക്കെ പോലെ വനപ്രദേശം പോലത്തെ ഒരു സ്ഥലമാണ്. പൂച്ച അതേ മധ്യപ്രദേശ് പൂച്ച പോണം. ഹിന്ദിക്കാരി പൂച്ച പോണം. തട്ടിയാ ഹെയർ പിന്നെ നോക്കാം നമുക്ക്. ഞാൻ അത് കണ്ടില്ലാട്ടോ കല്ല്. ഭോപ്പാൽ ടൗണിലും കയറ്റങ്ങള്. ഞാൻ ആ വളവ് ക്ലിയറായപ്പോ അങ്ങനെ കടന്നത്. വന്ന സ്പീഡിൽ തന്നെ പോകാൻ കിടക്കുന്ന കയറിയാണ്. ഭോപ്പാൽ ടൗണിലും കാട്ട്. ഭാഗ്യം തരും. ആ ടയറൊക്കെ റോഡിൽ കിടന്നേ കണ്ടില്ല. പറ്റിയ ടയറിനൊന്നും കുഴപ്പമൊന്നുമില്ല, ഒന്നും പറ്റിയിട്ടില്ല. കാല് വെക്കാം. ഒന്നാ തന്നെ കാല് വണ്ടിയല്ലേ. ആ പള്ള തട്ടുമ്പോഴാ പ്രശ്നമേ. ടയർ ഉറങ്ങിട്ടൊന്നുമില്ല. അത് നോക്കി, ഞാനത് നിർത്തി ആദ്യമേ നോക്കി. ഇത് നമ്മൾ ഈ വഴിക്കല്ല കേട്ടോ അങ്ങോട്ട് പോയേ. ഈ വഴിക്കല്ല അങ്ങോട്ട് പോയേ. നമ്മള് ഭോപ്പാലിക്കാണ് പോണത്. ഭോപ്പാല ഇൻഡോർക്ക് സ്റ്റേഷനാണ്. കറണ്ട് ഉണ്ടാക്കണ സ്ഥലം. ഒരു ഗോമാത ഒറ്റയ്ക്ക് വരണേ. ഇത് ഭോപ്പാൽ ടൗണിന്റെ ഭാഗങ്ങളാന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമല്ലേ? അല്ല ബൊക്കാറോ ജാർഖണ്ഡ് ഇല്ലേ? ജാർഖണ്ഡ് റാഞ്ചി വരെ എങ്ങനെയാ? ജാർഖണ്ഡ് പിന്നെ ഫോറസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ആ ഫോറസ്റ്റിന്റെ ഭാഗങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ടൗൺ ഏരിയ പോലെ. ഇതൊക്കെ ഫ്ലാറ്റുകളും ഇതൊക്കെ ഉള്ള സ്ഥലമാണ്. ജനവാസ മേഖലകളാണ്. കാറുകൾ എന്തിനോട്ടോ ഒതുക്കിട്ടാണല്ലേ? അല്ല വഴി നോക്കിയിട്ട് കാര്യമില്ല. നമ്മളാരോടെ പോയി ചോദിക്കുമ്പോ ഇതിപ്പോ ടൗണ് വല്ല പാലൊക്കെ അടക്കില്ലാണ്ടെന്നാ മതി. റെസിഡൻഷ്യൽ ഏരിയ ആണിത്. ആ റെസിഡൻഷ്യൽ ഏരിയയുടെ ഭാഗങ്ങൾ കഴിഞ്ഞു കേട്ടോ. റെസിഡൻഷ്യൽ ഏരിയകളാണ്. ആ മെയിൻ റോഡിലേക്ക് എത്തി. ഏതൊരു മെയിൻ റോഡിലേക്ക് വന്നിട്ടുണ്ട്. ഏതോ ഒരു മെയിൻ റോഡിലേക്ക് വന്ന് എത്തി. ആ ലെഫ്റ്റ് വണ്ടികളൊക്കെ നമ്മള് മെയിൻ റോഡിൽ ഒന്നും കാര്യമില്ല. ടൈലറാ പോണം. ടൈലർ ഇനി കുഴപ്പമൊന്നുമില്ല. സ്കൂൾ ബസ്സുകളൊക്കെ എന്തൂരാണ്. ഭോപ്പാൽ ടൗൺ കഴിഞ്ഞിട്ടൊന്നുമില്ല. ടൗണിന്റെ ഭാഗങ്ങൾ തന്നെയാ. ഇവിടെയൊക്കെ പിന്നെ രാത്രി ATM ഉണ്ട് കേട്ടോ. ജാർഖണ്ഡിലൊന്നും രാത്രി ATM ഉണ്ടല്ലോ, കടച്ചു പോയിട്ടോ. കാരണം നേരം വിളിക്കുമ്പോ ATM ഉണ്ടാവില്ലേ. നമ്മളൊരു ഓളൊക്കെ അറിയാൻ തണുപ്പൊക്കെ ഇതിലേ പോയില്ലേ. എന്തൊരു കോളേജാ. നമ്മളിതിലൂടെ ഞങ്ങൾ പോയത്. പോയി ചേട്ടാ. അതേ ഒരു ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ കുളം കണ്ടില്ലേ? അതിൽ തന്നെ പോയി അങ്ങോട്ട്. ലോറികളൊക്കെ വരുന്നുണ്ടോ?
ഫോട്ടോ ഉള്ളത് മോദിജി. ഇതും കാട്ടാന്നുണ്ട്. ഞാന് ബ്രൈറ്റ് അടിച്ചാൽ വണ്ടി ഓടിക്കൽ കുറവാ. അല്ല ബ്രൈറ്റ് അല്ല, ഡിം അടിച്ചിട്ട് വണ്ടി ഓടിക്കില്ല. ബ്രൈറ്റ് അടിച്ച് ഓടിക്കൽ കുറവാണേ. കുഴപ്പമില്ല, അത്യാവശ്യം വലിപ്പമുള്ള ടൗൺ കഴിയില്ല. 6 ലൈനായി ഇപ്പോൾ. കുഴപ്പമില്ലാത്ത വഴിയായി. ഷൂട്ടിംഗ് അക്കാദമി, MB സ്റ്റേറ്റ് ഷൂട്ടിംഗ് അക്കാദമി. MB സ്റ്റേറ്റ് ഷൂട്ടിംഗ് അക്കാദമി. ലെഫ്റ്റ് എന്തൊക്കെയോ സംഭവങ്ങളാണ്, പാടങ്ങളൊക്കെയാണ്, ഒന്നും കാണാനില്ല. അതായത് നമ്മൾ ഒന്നേല് കുറച്ച് വെട്ടം വിളിച്ചുള്ള ഭാഗം കിട്ടി അല്ല ഏട്ടാ. ഇത്ര നേരം വന്നതിൽ കുറച്ച് വെട്ടം വിളിച്ചുള്ള ഭാഗമായി. ഭോപ്പാൽ ടൗണിന്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഭാരത വിദ്യാമന്ദിർ, SPS ഹോസ്പിറ്റൽ, കല്യാണമൊക്കെ ഇവിടുത്തെ. കല്യാണം നടക്കണ്ട, ഗംഭീര കല്യാണം. രാത്രിയാണ് ഇവിടുത്തെ കല്യാണമൊക്കെ ഉണ്ടാവുള്ളൂ. കല്യാണമാണ് കല്യാണം. ഇവിടെയൊക്കെ കല്യാണം രാത്രി ഉണ്ടാവുള്ളൂ, പകലുണ്ടാവുള്ള കല്യാണം. നമ്മുടെ നാട്ടിൽ പകൽ, ഇവിടെ രാത്രി. നമ്മളങ്ങനെ ടൗണിന്റെ ഭാഗങ്ങൾ കഴിയാറായി തോന്നുന്നുണ്ട്. ബൈക്കും ആൾക്കാർ റോട്ടിലും. ഭോപ്പാൽ ടൗണിന്റെ ഭാഗങ്ങൾ കഴിയാറായിട്ടാ. ലോറികളൊക്കെ നമ്മൾ കണ്ടു. അതാ ഞാൻ പറയാൻ കാരണം. ലൈറ്റ് ഉണ്ട് വിചാരിച്ചേ പോലീസൊന്നും. ചെറിയ വഴിയിലേക്കുള്ള കാരണം. വീണ്ടും ഫോറസ്റ്റ്. നമ്മള് ഈ റോഡിലേക്ക് കയറിയിട്ട് പിന്നെ ഈ റോഡിന്റെ ഫുള്ള് അവസ്ഥ ഇത് തന്നെയാട്ടാ. അതാ പിന്നെ ഞാൻ ഇടയ്ക്ക് വീഡിയോ പിടിക്കാം. ഞാൻ ഭോപ്പാലൊക്കെ കഴിഞ്ഞു. ഇനി അല്ല ചായക്കട കാണാനത്ത് ചായ കുടിക്കാൻ നിർത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോ എടുക്കാം. അല്ലെങ്കിൽ നാളെ പുതിയൊരു വീഡിയോ വരാം. നമ്മളിപ്പോൾ ആ റോഡിൽ നിന്ന് തിരിഞ്ഞിങ്ങനെ വന്നൊരു മെയിൻ റോഡിലേക്ക് ഒന്ന് കയറി, ഹൈവേയിലേക്ക് ഒന്ന് കയറി കേട്ടോ. നമ്മളെ ഭോപ്പാൽ ഫുള്ള് കടന്ന് ഹൈവേയിലേക്ക് ഒന്ന് കയറി.